the value of cot 10 degree, cot 20 degree, cot 30 degree, cot 45 degree, cot 60 degree, cot 70 degree, cot 80 degree is equal to. നമ്മളോട് ഈ എല്ലാ കോട്ടിൻ്റെ ടേമിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആണ് നമ്മളോട് പറഞ്ഞുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ കോട്ടിൻ്റെ ടേംസിനെ നമുക്ക് പെയറാക്കണം. അതെന്ന് വെച്ചാൽ ഓരോ പെയറിൻ്റെയും തീറ്റകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഞാൻ നോക്കി ടേംസിൽ കോട്ട് 10ഉം കോട്ട് 18ഉം ഞാൻ ആദ്യം എടുത്തു. കോട്ട് 10 ഡിഗ്രി, കോട്ട് 80 ഡിഗ്രി. ഇതിനെ ഞാൻ എടുത്തൊരു പെയറാട്ടാ. ഈ പെയറിൻ്റെ രണ്ട് കോട്ടിൻ്റെയും ആംഗിളോട് സം ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടും. അതുപോലെ ഇതേപോലെ കോട്ടിൻ്റെ പെയർ എടുക്കുമ്പോൾ രണ്ട് ആംഗിളിലും നമ്മൾ സം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടാണെങ്കിൽ 90 ഡിഗ്രി കിട്ടണ ടേംസ് നമ്മൾ പെയറായിട്ട് എഴുതാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കോട്ട് 20 ഡിഗ്രി ആൻഡ് കോട്ട് 70 ഡിഗ്രി ഇതും എന്താണ് അതേ ഫോർമാറ്റിൽ തന്നെ കോട്ടിൻ്റെ പെയർ എടുത്തു, അതിൻ്റെ രണ്ട് ആംഗിളുകളും നമ്മൾ കൂട്ടിയാൽ അത് 90 ഡിഗ്രി കിട്ടും. ഇനി ഇതേപോലെ വല്ല പെയറുണ്ടോ നോക്കിയേ. കോട്ട് 13ഉം കോട്ട് 16ഉം, കോട്ട് 30 ഡിഗ്രി, കോട്ട് 60 ഡിഗ്രി. ഇതിൻ്റെയും എന്താണ് ആംഗിളുകൾ സം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടാണെങ്കിൽ നമുക്ക് 90 ഡിഗ്രി കിട്ടും. ഇതെല്ലാം നമ്മൾ പെയറാക്കിയപ്പോൾ കോട്ട് 10നും കോട്ട് 18 വന്നു, കോട്ട് 20ന് 17, കോട്ട് 30ക്ക് 16. അപ്പോൾ കോട്ട് 45ന് നമുക്ക് പെയർ കിട്ടിയിട്ടില്ല. കോട്ട് 45 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാം 1 ആണെന്ന്. ഇനി ഞാനൊരു ഫോം പറയാണ്. കോട്ട് തീറ്റ കോട്ട് 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ തീറ്റയ്ക്ക് ഓരോ തീറ്റ ഞാൻ ആദ്യം ഒരു തീറ്റയ്ക്ക് 10 ഇട്ട് കൊടുത്തു. 10 ഡിഗ്രി ആദ്യത്തെ പെയറിൽ 10നെ ഞാൻ തീറ്റയായി കൺസിഡർ ചെയ്തു. അപ്പോൾ കോട്ട് 10 ആൻഡ് കോട്ട് 19 ഈ ഇക്വേഷനിൽ ആ തീറ്റയുടെ സ്ഥലത്തൊക്കെ ഇത് ഈ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 19 മൈനസ് 10 ഈസ് ഈക്വൽ ടു 1. സോ കോട്ട് 10 ആൻഡ് കോട്ട് 18 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കിയേ, ഇത് ആദ്യത്തെ പെയറല്ലേ. അപ്പോൾ ആദ്യത്തെ പെയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1ന് ഈക്വൽ ആയിരിക്കും. ഇനി ഞാൻ ജസ്റ്റ് തീറ്റയ്ക്ക് 20 ഇട്ട് കൊടുത്തു. കോട്ട് 20 ഡിഗ്രി, കോട്ട് 19 മൈനസ് 20 ഡിഗ്രി. അതെന്ന് പറഞ്ഞാൽ കോട്ട് 20 കോട്ട് 70 ഡിഗ്രി. ഇത് സെക്കൻഡ് പെയർ അല്ലേ. അപ്പോൾ സെക്കൻഡ് പെയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ ഇക്വേഷൻ അടിസ്ഥാനത്തിൽ 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. ഇനി നമ്മൾ തീറ്റ ജസ്റ്റ് 13 ഇട്ട് കൊടുത്തു. അപ്പോൾ കോട്ട് ഈ ഇക്വേഷനിൽ കേട്ടോ, കോട്ട് 30 ഡിഗ്രി, കോട്ട് 19 മൈനസ് 30 ഈസ് ഈക്വൽ ടു 1. അതെന്താ വെച്ചാൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് കിട്ടുന്ന വാല്യൂ എന്തായാലും 1 ആവണം. സോ കോട്ട് 30 ഡിഗ്രി, കോട്ട് 19 മൈനസ് 30 60 ഡിഗ്രി. അപ്പോൾ ഇതെന്താണ്? ഈ വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ കോട്ട് 30 തേർഡ് പെയർ ആയ കോട്ട് 30 കോട്ട് 16 അത് തന്നെയല്ലേ ഇവിടെയും വന്നുള്ളേ. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടേമോളേനെ ഇതിൻ്റെ ബേസിസിൽ എഴുതാം കേട്ടോ. കോട്ട് 10 ഡിഗ്രി, കോട്ട് 80 ഡിഗ്രി, കോട്ട് 20 ഡിഗ്രി, കോട്ട് 70 ഡിഗ്രി, കോട്ട് 30 ഡിഗ്രി, കോട്ട് 60 ഡിഗ്രി, കോട്ട് 45 ഡിഗ്രി. നോക്കി, ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 1. ഇതിൻ്റെ വാല്യൂ ഇൻറ്റു 1, ഇതിൻ്റെ വാല്യൂ ഇൻറ്റു 1, പിന്നെ കോട്ട് 45യുടെ വാല്യൂ 1. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാണ്? 1 ആണ്. സോ ദ വാല്യൂ ഓഫ് ദീസ് ടേംസ് ഈസ് ഈക്വൽ ടു 1. സോ ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ.